ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ദ്വാരക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ ദുആ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് നാളായി എൻ്റെ സ്ഥലമൊന്ന് വിറ്റുപോകാൻ ഞാൻ ദുആ ചെയ്യുന്നു, ഇതുവരെ വിറ്റുപോയിട്ടില്ല. പടച്ചോൻ എന്താ എൻ്റെ ദുആ സ്വീകരിക്കാത്തത്? ഇതൊക്കെ ഓരോ ആളുകൾ പറയുന്ന പരാതികളാണ്. അതുപോലെ തന്നെ ഉസ്താദേ, ഞാൻ ഒരുപാട് ദുആ ചെയ്തു നല്ലൊരു ജോലി കിട്ടാൻ, ഇതുവരെ ജോലി നല്ലത് കിട്ടിയിട്ടില്ല. ഒരുപാട് എൻ്റെ മകളുടെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം ശരിയാവാൻ, നല്ലൊരു ബന്ധം കിട്ടാൻ ഒരുപാട് നാളായി ഞാൻ ദ്വാരക്കുന്നു, ഒരുപാട് നേർച്ചകൾ നേരുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഇതൊക്കെ പല ആളുകളും പറയാനുള്ള പരാതികളാണ്. ഈ പരാതികൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു 8 കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ദ്വാരക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരു 8 കാര്യം ശ്രദ്ധിച്ചാൽ ആ ദ്വാ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ദ്വാരക്കുകയാണെങ്കിൽ ഒരു 8 കാര്യം ശ്രദ്ധിച്ചിട്ട് ദ്വാ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് ആ ദ്വാ പടച്ച തമ്പുരാൻ സ്വീകരിക്കും. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങൾ വിശദമായി കേട്ടാലോ? ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുമ്പോൾ ഒരു ദ്വാ അല്ലാഹു തആല ആ ദ്വാ 5 രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഇപ്പം ഞാൻ ദ്വാ ചെയ്യുന്നു, പടച്ച റബ്ബേ എനിക്ക് ഗൾഫിൽ ഒരു ജോലി തരണേ അല്ലാഹ് എന്ന് ഞാൻ ദ്വാ ചെയ്തു. ഈ ദ്വാ അല്ലാഹു തആല 5 രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഏതൊക്കെയാണ് ആ 5 രൂപങ്ങൾ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. 5 വിഭാഗം ആളുകളുടെ ദുആ വളരെ അച്ചട്ടാണ്. 5 പേരുടെ ദുആ നമ്മൾ സൂക്ഷിക്കണേ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ ആപത്തുകൾ വരുന്നത് ഈ 5 ആളുകളുടെ ദുആയുടെ ഫലമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. 5 പേരുടെ ദുആ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ 22 സന്ദർഭങ്ങളിൽ ദുആ ചെയ്താൽ വേഗത്തിൽ അള്ളാഹു അയാളുടെ ദുആ സ്വീകരിക്കും. ഏതൊക്കെയാണ് 22 സമയങ്ങൾ എന്നൊക്കെ വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ ചെറിയ ഒരു ദുആ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ദുആ ചെയ്തു. വീഡിയോ അവസാനിക്കുമ്പോഴും നമ്മൾ ദുആ ചെയ്യും. ദുആ നമ്മൾ ചെയ്യാത്ത ഒരു സമയമില്ല. നിസ്കാരം അതൊരു ദുആ തന്നെ, ഒരു പ്രാർത്ഥനയാണ്. നിസ്കാരത്തിൽ ഒരുപാട് കാര്യം നമ്മൾ ദ്വാരക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തേട്ടമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ എന്നൊക്കെ പറഞ്ഞാൽ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതും ഹജ്ജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥന, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങലാണ്. അങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും എന്താണ്? അതൊക്കെ ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, എന്നോട് നിങ്ങൾ ദുആരക്ക്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയും, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ അള്ളാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഉദ്ഉനി അസ്തജിബു ലക്കും, ഉദ്ഉനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ദുആരക്ക്, അള്ളാഹിനോട് ദുആരക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നൊക്കെ അള്ളാഹു തആല പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇവിടെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അടിമ, നമ്മളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവെ പടച്ചോനെ എനിക്ക് ഇന്ന കാര്യം തരണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു തആല സ്വീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അള്ളാഹുവെ പടച്ചോനെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ റബ്ബേ എന്ന് നമ്മൾ ചോദിച്ചാൽ, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു തആല എന്താണ്? നാണമുള്ളവൻ. ഹയ്യുൻ കരീം, അള്ളാഹു നാണമുള്ളവനും മാന്യനുമാണ്. എന്ത്? അടിമ ദുആ ചെയ്തിട്ട് ആ ദുആ സ്വീകരിക്കാതെ വെറും കൈയോടെ അവനെ മടക്കൽ അള്ളാഹുവിന് ലജ്ജയുള്ളതാണ്. അള്ളാഹു തആല മാന്യനാണ്. അള്ളാഹു അങ്ങനെ ചെയ്യില്ല. നമ്മൾ ചോദിച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും ഇൻഷാ അള്ളാഹു തആല സ്വീകരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ദുആ അങ്ങോട്ട് അള്ളാഹു തആല വേഗത്തിൽ അങ്ങോട്ട് സ്വീകരിക്കും അങ്ങനെയൊന്നുമില്ല. ആര് ദുആ ചെയ്താലും സ്വീകരിക്കും അങ്ങനെയുമല്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദുആയുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി, പ്രത്യേകിച്ച് ഇന്ന് ശഅബാൻ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനമാണ്. ഇന്ന് തിങ്കളാഴ്ച ദിനം. ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലേ, ഇന്ന് നോമ്പുള്ളവരുണ്ട്, നാളെ മറ്റന്നാളൊക്കെ നോമ്പ് പിടിക്കാൻ നിയ്യത്താക്കിയവരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാ അമലും അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അതുവഴി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ അല്ലാഹുവിലേക്ക് ദുആ ഇറക്കണം. ഞാൻ ഒരു ചെറിയ ദുആ പഠിപ്പിച്ചുതരാം.
ഈ ദുആ വലിയ നേട്ടമുള്ള ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന, നബി തങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കും, നബിയെ ഏത് ദുആയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദുആയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് നീ അഫു നൽകണം, പാപമോചനം നൽകണം, വൽ ആഫിയ, ആരോഗ്യം നൽകണം, ഫിദ്ദുനിയ, ദുനിയാവിലും, വൽ ആഖിറ, ആഖിറത്തിലും. വളരെ ശ്രേഷ്ഠമുള്ള ദുആ എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അപ്പോൾ ഈ ദുആ മറന്നു പോകരുതേ. ഇനി ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം, എനിക്ക് നീ സ്വർഗം തരണം, എനിക്ക് നീ നരകത്തെ തൊട്ട് കാവൽ നൽകണം എന്ന് നമ്മൾ ദുആ ചെയ്യും. ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അല്ലാഹു തആല 5 രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുക. ഒരാളുടെ ദുആയിനെ അല്ലാഹു കൈകാര്യം ചെയ്യുന്നത് 5 രൂപത്തിലാണ്. ഒന്നാമത്തേത് പഠിച്ചോ. ഒരാൾ ദുആ ചെയ്താൽ എന്താണോ അല്ലാഹുവിനോട് അയാൾ ചോദിച്ചത് അത് അയാൾക്ക് അല്ലാഹു കൊടുക്കും. അല്ലാഹുവേ, എനിക്ക് PSC ടെസ്റ്റ് ഉണ്ട്, PSC ടെസ്റ്റ് എന്നെ ജയിപ്പിച്ച് എനിക്കൊരു സർക്കാർ ജോലി തരണേ അല്ലാ എന്ന് ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു തആല 5 രൂപത്തിലാണ് ആ ദുആയിനെ കൈകാര്യം ചെയ്യുക. ഒന്നാമത്തെ രൂപം, ഒന്നുകിൽ ആ PSC പരീക്ഷ ജയിക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഗൾഫിലെ ഇന്റർവ്യൂ പാസ്സാവാൻ, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം അയാൾ ചോദിച്ചു, അല്ലാഹു തആല ആ ജോലി തന്നെ അയാൾക്ക് കൊടുത്തു. ആ ജോലി തന്നെ അയാൾക്ക് കൊടുത്തു. രണ്ടാമത്തേത് അയാൾ ദുആ ചെയ്തല്ലോ, അയാൾക്ക് ഉടൻ തന്നെ ആ ജോലി കൊടുക്കൂല. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ അയാൾക്ക് ആ ജോലി കൊടുക്കുക. ചിലപ്പോൾ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാവാം. കാരണം ഉടൻ തന്നെ അയാൾ ജോലിയൊക്കെ പ്രവേശിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് ചിലപ്പോൾ ആ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അല്ലാഹു തആല ചോദിച്ചു, അല്ലാഹു കൊടുക്കും, പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും അത് കൊടുക്കുക. പിന്നെ മൂന്നാമതായി അല്ലാഹു തആല, അയാൾ ആ ജോലിയാണ് ചോദിച്ചത്, ഗൾഫിലൊരു ജോലിയാണ് ചോദിച്ചത്. ആ ജോലി അല്ലാഹു അയാൾക്ക് കൊടുത്തില്ല, അതിനേക്കാൾ ഖൈറായ മറ്റൊരു ജോലി ചിലപ്പോൾ അല്ലാഹു തആല അയാൾക്ക് കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ. ചിലപ്പോൾ ഉടൻ തന്നെ കൊടുക്കില്ല, താമസിച്ചായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഉടൻ തന്നെ കൊടുക്കും. അയാൾ ചോദിച്ചതിനേക്കാൾ ഖൈറായ ഒരു കാര്യം. നാലാമത്തേത്, അല്ലാഹു തആലയോട് അയാൾ ചോദിച്ചു, ഒരു ജോലിയുടെ കാര്യം ചോദിച്ചു. പക്ഷേ ആ ജോലിയല്ല അയാൾക്ക് കൊടുത്തത്, മറിച്ച് ആ ദുആക്ക് പകരമായി അയാളുടെ ജീവിതത്തിൽ വലിയൊരു അസുഖം, വലിയൊരു രോഗം, വലിയൊരു ആപത്ത് വരാനിരുന്നു. ആ ആപത്തിനെ അല്ലാഹു തആല തട്ടിമാറ്റും. നാലാമത്തെ രൂപം. അഞ്ചാമത്തേത്, ഈ അയാൾ എത്ര തന്നെ ദുആ ചെയ്താലും അല്ലാഹു ഒന്നും ഇവിടെ കൊടുക്കില്ല, അതിനൊക്കെ പകരം നാളെ ആഖിറത്തിലായിരിക്കും പ്രതിഫലം കൊടുക്കുക. അപ്പം ഒരാളുടെ ദുആ അല്ലാഹു തആല 5 രൂപത്തിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക എന്ന് മഹത്തുക്കളായ പല പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി ചില ആളുകളുടെ ദുആക്ക് വലിയ പവറാണ്. അവരുടെ ദുആ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഒന്നാമത്തേത് മാതാപിതാക്കളുടെ ദുആയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയാറുണ്ട്, ഉസ്താദേ, നമ്മുടെ വീഡിയോകൾക്ക് താഴെയും അല്ലാതെയൊക്കെ, ഉസ്താദേ എൻ്റെ മകനിക്ക് വേണ്ടി ദ്വാരക്കണം, എൻ്റെ മകൻ്റെ ഓർമ്മശക്തി, എൻ്റെ മകൻ്റെ പരീക്ഷ ജയിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ വീട് പണി വേഗത്തിലാവാൻ, ഇങ്ങനെ മക്കളുടെ കാര്യം പറഞ്ഞ് ഒരുപാട് ഉമ്മമാരൊക്കെ ദുആ വസിയത്ത് പറയാറുണ്ട് ഉസ്താദുമാരോട്. പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഉസ്താദുമാരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും, അല്ലാഹു തആല എല്ലാവിധ ഖൈറും നമുക്കും നമ്മുടെ മക്കൾക്കും തരട്ടെ. പക്ഷേ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ വാപ്പമാർ ശ്രദ്ധിക്കണം. ഒരു ഉസ്താദ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഇപ്പം ഞാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ പവർ എന്താ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കലാണ്. അതാരും ശ്രദ്ധിക്കാറില്ല. എന്ത് വന്നാലും ഉസ്താദിനെ വിളിച്ച് ദുആ വസിയത്ത് അങ്ങനെ പറയണ്ടെന്നല്ല. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരെയും മക്കളെയൊക്കെ ഖൈറിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ, ആമീൻ. പക്ഷേ ഒരു ഉസ്താദ് ദുആ ഇറക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ദുആ ഇറക്കുന്നതിനേക്കാൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്ന ദുആ അത് നമ്മുടെ ദുആയാണ്, മാതാപിതാക്കളുടെ ദുആയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. അതുപോലെ തന്നെ ഒരു യാത്രക്കാരൻ യാത്ര പോകുന്ന സമയത്ത് യാത്രയിൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട മർദിതൻ്റെ ദുആ,
അല്ലേ? നമ്മൾ ചിലപ്പോൾ നാവ് കൊണ്ട് വിഷമിപ്പിച്ച ആളുകളുണ്ടാകും, കൈ കൊണ്ട് അടിച്ച് അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ കൊടുത്ത് ഒരുപാട് വിഷമത്തിൽ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമേ. അതുകൊണ്ട് പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വാക്കുകൾ കേട്ട്, നിങ്ങളുടെ പലപ്പോഴുമുള്ള വാക്കുകൾ കേട്ട് നിങ്ങളുടെ മരുമക്കൾ വലിയ വിഷമത്തിലാണെങ്കിൽ അവരുടെ ദുആ നിങ്ങൾ സൂക്ഷിക്കണേ. മരുമക്കളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതുപോലെ തന്നെ മക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് നിങ്ങളുടെ സ്വന്തം ഉമ്മയാവട്ടെ, ഭർത്താവിൻ്റെ ഉമ്മയാവട്ടെ, നിങ്ങളുടെ ചില വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് ആ ഉമ്മമാർക്കോ വാപ്പമാർക്കോ എന്തെങ്കിലും വേദനിച്ചാൽ അവർ ചെയ്യുന്ന ദുആ അത് സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് മർദ്ദിതൻ്റെ ദുആ അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കണ്ട. അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവട്ടെ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ രോഗിയായ ആളുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. രോഗിയുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. ആ രോഗാവസ്ഥയിൽ അവൻ സ്വന്തം രോഗം മാറാനും മറ്റുള്ളവരുടെ രോഗം മാറാനും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് നോമ്പ് പിടിച്ചിട്ട് ദ്വാരക്കുക. അത് വലിയ പ്രതിഫലമുള്ള ദുആയാണ്. നോമ്പുകാരൻ്റെ ദുആ, നോമ്പ് പിടിച്ചിട്ടുള്ള ദുആ, അവൻ്റെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. ഇനി ദുആക്ക് ഉത്തരം കിട്ടാൻ, നമ്മൾ ചെയ്യുന്ന ദുആക്ക്, പ്രാർത്ഥനകൾക്ക്, തേട്ടത്തിന് അള്ളാഹു തആല വേഗം ഉത്തരം കിട്ടാൻ ഒരു 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു നമ്മുടെ ദുആ വേഗത്തിൽ സ്വീകരിക്കും. 1, ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഖൈറായ കാര്യം ചെയ്തിട്ട് ദുആരക്കുക. ഉദാഹരണം 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ദുആരക്കുക. നിസ്കരിക്കാതെ ദുആരക്കുന്നതും നിസ്കരിച്ചിട്ട് ദുആരക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നോമ്പ് പിടിച്ചിട്ട് ദുആരക്കുക, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്തെങ്കിലും ഒരു സ്വതക്ക ആർക്കെങ്കിലും കൊടുത്തിട്ട് ദുആരക്കുക, ഖുർആൻ ഓതിയിട്ട് ദുആ. അപ്പോൾ ഖൈറായ നന്മയായ ഒരു കാര്യം ചെയ്തിട്ട് ദുആരെന്നാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കും. അതിപ്പോൾ ഗൂഗിൾ പേ വഴി 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നേരിട്ട് കൊടുത്താലും ശരി. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് ദുആരെന്നാൽ അള്ളാഹു ദുആ സ്വീകരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും ധൃതി കാണിക്കും. പക്ഷേ എനിക്ക് ഇപ്പം തന്നെ തരണം അള്ളാഹ്, ഇപ്പം തന്നെ തരണം അള്ളാഹ്, നാളെ തന്നെ തരണം, അങ്ങനെയൊന്നും ദ്വാരം അള്ളാഹു ആ വേഗത്തിലുള്ള ദുആ അള്ളാഹു കബൂലാക്കില്ല. അപ്പോൾ നമ്മൾ ദ്വാരക്കുമ്പോൾ ഒരു സാവകാശം വേണം. നമ്മൾ നാളത്തെ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഇന്ന് ദുആ ചെയ്തു, ചിലപ്പോൾ അത് തോറ്റുപോയാൽ നമ്മൾ പടച്ചോനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാൻ എത്ര ദുആരുന്നു എന്നിട്ട് പടച്ചോൻ എന്നെ സ്വീകരിച്ചില്ല, അങ്ങനെയൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട, ധൃതി കാണിക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ അള്ളാഹു താല നമ്മുടെ ദുആ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും സ്വീകരിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എത്രയോ നാൾ ദുആരുന്നു ഒരു മകനുണ്ടാവാൻ, എന്നിട്ട് 90 വയസ്സിന് ശേഷമാണ് ആ ദുആ അള്ളാഹു സ്വീകരിച്ചത്. അപ്പോൾ അത് അത്രമാത്രം പ്രവാചകന്മാരുടെ ദുആ തന്നെ അള്ളാഹു താല ഒരുപാട് പിന്തിപ്പിച്ചിട്ട് ദുആ സ്വീകരിച്ചെങ്കിൽ പാവപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുകൊണ്ട് ധൃതി കാണിക്കരുത്. 3-മത്തേത് ഹുസ്നുൽ ളन्न ഉണ്ടാവണം. നല്ല അള്ളാഹു എനിക്ക് തരും, ഉറപ്പാണ്, പടച്ചോൻ എന്നെ കൈവിടില്ല എന്ന അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല ഒരു ധാരണ ഉണ്ടാവണം. അല്ലാതെ വെറുതെ കിട്ടുമോ, വെറുതെ ദുആ ചെയ്തേക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും, അങ്ങനെയല്ല. ഹുസ്നുൽ ളन्न, നല്ലൊരു ചിന്ത, എനിക്ക് കിട്ടും, എനിക്ക് പടച്ചോൻ തരും, അങ്ങനെ ഒരു നല്ലൊരു ചിന്ത, അള്ളാഹിനെ പറ്റിയുള്ള നല്ലൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. 4-മത്തേത് ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. ദുആ ചെയ്യാനിരിക്കുന്നു, എവിടെയൊക്കെയോ ചിന്ത, അവിടെ പോയി ഇവിടെ പോയി, അവസാനം ദുആ തീരുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞു എന്നറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ദുആരക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് പല പല ചിന്തകളിൽ പോകുന്നു. ചില ആളുകൾ ദുആ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മൂക്കിൽ വിരലിടുന്നു, അല്ലെങ്കിൽ ചെവിയിൽ വിരലിടുന്നു, അല്ലെങ്കിൽ പല്ലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഉസ്താദ് ദുആരക്കുന്നു, നമ്മൾ പല ചിന്തകളിലാണ്, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഹൃദയ സാന്നിധ്യം വേണം. 5-മത്തേത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ ഹലാലാവണം, എന്നിട്ട് ദ്വാരക്കണം. പലിശക്ക് പൈസ എടുത്തിട്ട് അതുകൊണ്ട് വയറ് ഫുള്ളാക്കിയിട്ട് ദ്വാരം അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹലാലായ ഭക്ഷണമാവണം, ഹലാലായ വസ്ത്രമാവണം, ഹലാലായ വെള്ളമാവണം. അത് ഹലാൽ കഴിച്ചിട്ട് വേണം ദ്വാ ചെയ്യാൻ. 7-മത്തേത് നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ദ്വാരക്കരുത്. നിസ്കരിക്കൂല, പള്ളിയിലേ പോയിട്ടില്ല, പക്ഷെ ഭയങ്കര ദ്വായ. ചില ആൾക്കാരുണ്ട് മക്ബറകളായ മക്ബറകളിലൊക്കെ പോകും, സിയാറത്തിൻ്റെ മെയിൻ ആളാണ്. വണ്ടി വിളിച്ച് അജ്മീറിലേക്ക് പോകുന്നു, അജ്മീരിൽ നിന്ന് നടന്ന് എങ്ങോട്ട് പോകുന്നു? നിസാമുദ്ദീൻ ഔലിയയിലേക്ക് പോകുന്നു. ഞാൻ പറയട്ടെ, മക്ബറകളിൽ പോയി അവിടെ ചെന്നിട്ട് ദുആ ചെയ്യുന്നത് കൊണ്ടും ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിസ്കാരമില്ല, നോമ്പില്ല, ദീൻ എന്താണെന്നറിയില്ല, ഒരു കുന്തം ചെയ്യില്ല, എന്നിട്ടോ ഭയങ്കര ദുആയാണ്. ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ പല ആളുകളും പല മക്ബറകളിലൊക്കെ പോയിട്ട് ദുആ ചെയ്യാറുണ്ട്. ദുആരക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, റബ്ബേ ഞാൻ ഇന്നത്തെ നിസ്കാരം വല്ലതും ഖളാ ആക്കിയിട്ടുണ്ടോ? കാരണം നമ്മൾ നിസ്കാരം ഖളാ ആക്കി നമ്മൾ ഫർളായ കാര്യങ്ങൾ ചെയ്യാതെയാണ് ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറയിൽ പോയിട്ട് ദുആരക്കുന്നെങ്കിൽ ആ മഹാൻ നമ്മളെ പിടിച്ചടിക്കും.
കാരണം അവരെന്നൊക്കെ പറഞ്ഞാൽ സുന്നത്തും ഫർളൊക്കെ കൃത്യമാക്കിയ ആളുകളാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ പടച്ചവനോട് ദ്വാരക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ക്ലിയർ ആക്കണം. അതായത് ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണേ നമ്മൾ ദുആ ചെയ്യാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അഹങ്കാരത്തോടു കൂടി ദ്വാരക്കരുത്. അല്ലാഹുവേ താ റബ്ബേ, ഒരു അഹങ്കാരം, ഒരു ഹുങ്കിലുള്ള ദുആ അത് വേണ്ട. എപ്പോഴും താഴ്മയോടെ പഠിച്ചോനെ ഞാൻ നിന്റെ അടിമയാണല്ലോ, നീ യജമാനനാണ് റബ്ബേ എന്നുള്ള ഒരു താഴ്മ എപ്പോഴും ഉണ്ടാവണം. അഹങ്കാരത്തോടു കൂടിയല്ല ദ്വാരക്കേണ്ടത്. എട്ടാമത്തേത് ഹലാലായ കാര്യത്തിലായിരിക്കണം ദ്വാരക്കേണ്ടത്. ഹറാമായ കാര്യത്തില്ല. പഠിച്ചോനെ എനിക്ക് ആ പെണ്ണിനൊന്ന് നീ ഒന്ന് സെറ്റാക്കി താ അല്ലാ, എനിക്ക് അവളുമായിട്ട് അത്രമാത്രം മുഹബ്ബത്താണ്. അങ്ങനെ ഹറാമായ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കരുത്. പഠിച്ചോനെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ബാറ് തുറന്നിട്ടുണ്ടാവണേ, എനിക്ക് ആ ഒരു ഐറ്റം തന്നെ കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തതിൻ്റെ കുറ്റവും നമുക്കുണ്ടാകും. ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 8 കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടാൻ ഈ 8 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദുആ ചെയ്യുന്ന സമയത്ത്. പിന്നെ ദുആ രക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് കാര്യം ദുആ ചെയ്താലും ഒരു വാക്ക് നമ്മൾ ചേർക്കണം, ഖൈർ എന്ന ഒരു വാക്ക് ചേർക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വിവാഹാലോചന നമുക്ക് വന്നു, നമ്മുടെ മക്കൾക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റബ്ബേ, ഈ ഒരു ആലോചന എനിക്കും എൻ്റെ ഭാവി ജീവിതത്തിലും ഖൈർ ആണെങ്കിൽ, നന്മയാണെങ്കിൽ, നല്ലതാണെങ്കിൽ നീ അടുപ്പിച്ച് തരണം. അങ്ങനെ ദ്വാരക്കണം. ഒരു സ്ഥലം നമ്മൾ വാങ്ങാൻ വേണ്ടി പോയി, നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ദ്വാരക്കേണ്ടത്, പടച്ചോനെ ആ സ്ഥലം അതെൻ്റെ ഭാവി ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഖൈറാണെങ്കിൽ എനിക്ക് ആ സ്ഥലം നീ അടുപ്പിച്ച് തരണം. ജോലിയുടെ കാര്യം, എനിക്ക് ഖൈറാണെങ്കിൽ ആ ജോലി തരണം, നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നന്മയുള്ളതാണെങ്കിൽ എനിക്ക് നീ അടുപ്പിച്ച് തരണം. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ദ്വാരക്കുമ്പോൾ ആ ഒരു വാക്ക് ഖൈറാണെങ്കിൽ, അല്ലെങ്കിൽ അതായത് നന്മയാണെങ്കിൽ, നല്ലതാണെങ്കിൽ നീ എനിക്ക് അടുപ്പിച്ച് തരണേ അല്ലാ എന്നാണ് നമ്മൾ അവിടെ ദ്വാരക്കേണ്ടത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഏകദേശം 22ഓളം സന്ദർഭങ്ങളാണ് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുന്നത്. അതായത് ദുആക്ക് ഇജാബത്ത്, പെട്ടെന്ന് അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്ന ഒരു 22ഓളം സന്ദർഭങ്ങൾ വേഗത്തിൽ ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. ഒന്നാമത്തേത്, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ദുആ എന്നാൽ ഇൻദ നുസൂലിൽ മത്വർ, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. രണ്ടാമത്തേത്, ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് വിളിച്ച് ഇക്കാമത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടാകും, 15 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു ദുആ വേഗത്തിൽ സ്വീകരിക്കും. മൂന്നാമത്തേത്, ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ, നമ്മൾ ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസ്വീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമ മഹ്മൂദൻ അല്ലദി വഅത്ത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന് നമ്മൾ ആ സമയത്ത് ദുആരക്കാറുണ്ട്. ആ ദുആ നമ്മൾ മറന്നു പോകരുതേ. കാരണം ആ ദുആയിൽ നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നൊക്കെ നമുക്ക് ആ സമയത്ത് ദുആരക്കാവുന്നതാണ്. അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ ദുആരെന്നാൽ ആ ദുആ സ്വീകരിക്കും. നാലാമത്തേത്, നിസ്കാരത്തിന് വേണ്ടി നമ്മൾ സൊഫിലിങ്ങനെ നിൽക്കുമല്ലോ, സൊഫിലിങ്ങനെ നിങ്ങൾ അടുത്തടുത്ത് നിൽക്കൂലേ, ആ സമയത്തുള്ള ദുആ അല്ലാഹു സ്വീകരിക്കും. ആ സമയത്ത് വേറെ ഒന്നും ദ്വാരക്കണ്ട. ആ സമയത്ത് അല്ലാഹു പടച്ചോൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേറെ ഒന്നും വേണ്ട. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആ ദുആ നമ്മളിങ്ങനെ ആ സൊഫിലിങ്ങനെ എല്ലാവരും അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. 5, ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷം. ഇന്ന് നിസ്കാരം സലാം വീട്ടിയ ഉടൻ തന്നെ എഴുന്നേറ്റ് ഓടുകയാണ്. ഒരു കാര്യമില്ല. സലാം വീട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് പള്ളിയുടെ വെളിയിൽ ചെന്നിട്ട് പിന്നെ അവൻ ചിന്തിക്കുക, ഞാൻ എന്തിനാ ഇപ്പോൾ വന്നത്, പിന്നെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്. ആ സമയത്ത് അവൻ ചിന്തിക്കുക എന്താ ചെയ്യേണ്ടത്. അത് നിസ്കാരത്തിന് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രെയിൻ മിസ്സാകും, 10 മണിക്കാണ് ട്രെയിന്, നിസ്കാരം കഴിഞ്ഞപ്പോൾ 9:55 കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ നിസ്കാരം കഴിഞ്ഞ് പോകാം. ആ പോകുന്ന സമയത്ത് ബാക്കി ദിക്റുകളൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞുള്ള ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കും. 6, നോമ്പുകാരൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. 7, സുജൂദിൽ കിടന്നിട്ട് നമ്മൾ ദ്വാരക്കുക. സുബ്ഹാന റബ്ബിൽ അലാ വബിഹംദിഹി എന്ന് സാധാരണ നമ്മൾ സുജൂദിൽ പറയാറുണ്ട്. അതിനുശേഷം മലയാളത്തിൽ നമ്മൾ വാ കൊണ്ട് വരരുത്. നിസ്കാരത്തിൽ മലയാളത്തിൽ ദ്വാരക്കാൻ പാടില്ല, പക്ഷെ
അയാൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. നമുക്ക് മനസ്സിൽ ചിന്തിക്കാമല്ലോ, പഠിച്ചോനെ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നീ മാറ്റിത്തരണേ എന്ന് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്ത കൊണ്ടുവരാം. പക്ഷേ നാവ് കൊണ്ട് പറയാൻ പാടില്ല. നാവ് കൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ മലയാള ഭാഷ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. 8-ാമത്തേത് വെള്ളിയാഴ്ച രാവിൽ ദുആരക്കുക. വലിയ ശ്രേഷ്ഠതയാണ്, പ്രത്യേകിച്ച് ശഅബാന്റെ വെള്ളിയാഴ്ച രാവിലൊക്കെ. 9-ാമത്തെ തഹജ്ജുദിൻ്റെ സമയത്ത്, അതായത് രാത്രിയെ നമ്മൾ 3 തിരിച്ചാൽ ആ 3-ൽ 2 ഭാഗം കഴിഞ്ഞ് അതായത് സുബഹിയോട് അടുക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. 10, ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ദുആരക്കുക. നമുക്കൊരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയെന്നറിഞ്ഞു, അല്ലെങ്കിൽ ഒരു വീട് പണി കഴിഞ്ഞു. അപ്പോൾ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കും. 11, ഖത്തീബ് ഉസ്താദ് മിമ്പറിൽ കയറി ഇറങ്ങുന്ന സമയത്തിൻ്റെ ആ ഒരു ടൈം, അതായത് ഖുത്ബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറി ശേഷം മിമ്പറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് ദുആ എന്നാണ് ദുആ സ്വീകരിക്കും. 12-ാമത്തേത് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. 13, ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കും. 14, അറഫ ദിനത്തിലെ ദുആ സ്വീകരിക്കും. 15, റമളാനിലെ എല്ലാ രാത്രിയിലെയും ദുആ എന്ന് മാത്രമല്ല റമളാനിലെ മുഴുവൻ ദുആകളും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. 16, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തുള്ള ദുആ. 17, ഒരു മനുഷ്യൻ രോഗ അവസ്ഥയിൽ ചെയ്യുന്ന ദുആ. 18, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. 19, നമ്മൾ ഒരാളുടെ ഒരാളില്ലാത്തപ്പോൾ അയാൾക്ക് വേണ്ടി ദുആരക്കുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. 20, ഒരു യാത്രക്കാരൻ യാത്ര പോകുന്ന സമയത്തുള്ള ദുആ അല്ലാഹു സ്വീകരിക്കും. അതുപോലെ തന്നെ 21-ാമത്തേത് രോഗിക്ക് വേണ്ടി അവൻ്റെ സാന്നിധ്യത്തിൽ, ഇപ്പോൾ ഒരു രോഗിയുടെ അടുക്കൽ നമ്മൾ ചെന്നിട്ട് അയാളുടെ അടുക്കൽ വെച്ചിട്ട് അയാൾക്ക് വേണ്ടി ദുആരക്കുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. അതുപോലെ 22-ാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ദുആരെന്നാൽ അല്ലാഹു ദുആ സ്വീകരിക്കും. അപ്പോൾ ദുആ വേഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന 22 സമയങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടാൻ 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ചില വ്യക്തികളുടെ ദുആ നമ്മൾ സൂക്ഷിക്കണം, അത് വളരെ അച്ചട്ടാണ്, അത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ 5 രൂപത്തിലാണ് അല്ലാഹു തആല അതിനെ കൈകാര്യം ചെയ്യുക എന്നും പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് ദുആയുമായി ബന്ധപ്പെട്ട അതിശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ദുആരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് തരണം, ആരോഗ്യം തരണം, എൻ്റെ ഭർത്താവിന് നല്ല ജോലി കൊടുക്കണം, എൻ്റെ ഭാര്യയ്ക്ക് നല്ല ആഫിയത്ത് കൊടുക്കണം, എൻ്റെ മക്കൾക്ക് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, എനിക്ക് നല്ല വീട് തരണം, നല്ലൊരു വിവാഹ ആലോചന തരണം, എനിക്ക് കാറ് തരണം എന്നൊക്കെ നമ്മൾ ദുആരക്കും. പക്ഷേ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറയണമെന്നാണ്. ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞാവണം നമ്മുടെ ദുആ ആരംഭിക്കേണ്ടത്. പിന്നെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് ദുആരക്കണം. ഖബറാകുന്ന ലോകത്ത്, അതുപോലെ തന്നെ മഹ്ശറയിൽ, അവിടെയൊക്കെ നമുക്ക് വിജയം കിട്ടാൻ നമ്മൾ അതാരും ചെയ്യാറില്ല. നമ്മുടെ യഥാർത്ഥ ജീവിതമാകുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഖൈറിന് വേണ്ടി പലപ്പോഴും നമ്മൾ ദുആരക്കാൻ മറന്നു പോവുകയാണ്. ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ദുആ അങ്ങനത്തെ ദുആയാണ്. ആഖിറത്തിലേക്കുള്ള അല്ലാഹുവേ പടച്ചോനെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാ, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ, നരകത്തിൽ നിന്നും കാക്കണേ അല്ലാ എന്നൊക്കെയുള്ള ദുആയാണ് നമ്മൾ ദുആകളിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. പലപ്പോഴും അതൊക്കെ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ ഈ ദുനിയാവിൻ്റെ കാര്യം, നല്ല കാറ് തരണം, അതുപോലെ തന്നെ നല്ല വീട് തരണം, അതുപോലെ തന്നെ വിവാഹാലോചന തരണം, അതൊക്കെ മാത്രമേ പറയാം. അതൊക്കെ പറയാം. അത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആഖിറത്തിൻ്റെ കാര്യവും മറന്നു പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് സ്വന്തമായിട്ടുള്ള ദുആകളിലാവട്ടെ, കൂട്ടമായിട്ടുള്ള ദുആകളിലാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആഖിറത്തിൽ ഉന്നതമായ വിജയം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.